2020 അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എക്സാമിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടായിരുന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന്റെ അവസരങ്ങളുടെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അന്ന് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ തൊട്ടു പിന്നാലെ തന്നെ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം വന്നു. അതിനുശേഷം KSEBയുടെ സബ് എഞ്ചിനീയർ വന്നു, KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വന്നു, ലെക്ചർ ഇൻ പോളിടെക്നിക് വന്നു. അങ്ങനെ ഒട്ടനേകം എക്സാംസുകൾ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാം വന്നു, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം വന്നു. അങ്ങനെ ഇലക്ട്രിക്കൽ എക്സാംസുകളുടെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടുള്ള, അങ്ങനെ ഇലക്ട്രിക്കൽ എക്സാംസുകളുടെ വളരെ തുടർച്ചയായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ പ്രവാഹം തന്നെയായിരുന്നു 2020 ഡിസംബർ മുതൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 2021ന്റെയും 2024ന്റെയും ഇടയിലായിട്ട് ഒട്ടനേകം എക്സാംസുകളാണ് PSC കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ജേർണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം ആയിരുന്നു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒന്നാമത്തെ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അതേ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ 2025 വീണ്ടും വരാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. 2025 വരാൻ പോകുന്ന പുതിയ നോട്ടിഫിക്കേഷനിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വരും എന്നുള്ള കൃത്യമായിട്ടുള്ള PSCയുടെ മിനിറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. 2025 BTech പാസ് ഔട്ട് ആവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു അവസരം. അതേപോലെ തന്നെ കഴിഞ്ഞ ഈ ഒരു എക്സാം സമയത്ത് കൃത്യമായിട്ട് പരിശീലനം ചെയ്യാതെ പോയത് കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ നേടാൻ കഴിയാതെ പോയ ആളുകൾക്കും ഇതൊരു മികച്ച അവസരം തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്തുകൊണ്ടാണ് വീണ്ടും വരാൻ പോകുന്നതെന്ന് പറയാൻ കാരണം ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. മെയ് 19 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനം താഴെ പറയുന്ന തസ്തികകളിലേക്ക് വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 5ാമത്തെ നമ്പറിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പോസ്റ്റിംഗ് ലഭിക്കാൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ പോസ്റ്റിനെ കുറിച്ചും കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് ഇത് വിജയിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിങ്ങൾക്കുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നൽകാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ ജോബ് പ്രൊഫൈൽ എന്നുള്ളത്. അതായത് പല ആളുകൾക്കും ഈ ഒരു ജോബ് പ്രൊഫൈലിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അതായത് നമുക്ക് KSEB സബ് എഞ്ചിനീയറെ കുറിച്ച് അറിയാം, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറെ കുറിച്ച് അറിയാം, എന്നാൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ കുറിച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻസ്പെക്ഷൻ ആൻഡ് സേഫ്റ്റി ആണ് ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ ഏറ്റവും വലിയ റോൾ എന്ന് പറയുന്നത്. അതായത് കണ്ടക്ട് ഇൻസ്പെക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ്, അത് ഇൻഡസ്ട്രിയൽ ആവാം, കൊമേഴ്ഷ്യൽ ആവാം, ഡൊമസ്റ്റിക് ആവാം, ടു എൻഷുർ ദ കോംപ്ലയൻസ് വിത്ത് സേഫ്റ്റി റെഗുലേഷൻസ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി നോംസ് ആണ്. അതായത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് കൺസിഡർ ചെയ്യുക. ഒരു ഷോപ്പിംഗ് മാൾ, ഇപ്പോൾ നിങ്ങൾ LLU മാൾ പോലത്തെ ഒരു ഷോപ്പിംഗ് മാൾ കൺസിഡർ ചെയ്യുക. ഒരുപാട് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻസ്റ്റലേഷൻ നടത്തിയിട്ടുണ്ടാവും അല്ലേ. എന്നാൽ ആ എക്യുപ്മെന്റ്സുകളെല്ലാം കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഫോളോ ചെയ്തിട്ടുണ്ടോ, അതേപോലെ തന്നെ അതിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പോകുന്നതും, അതിൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നതും, അതിൽ സൈനിങ് അതോറിറ്റി, അതായത് ഇതിന് ഒരു ഫൈനൽ ആയിട്ടുള്ള അപ്രൂവൽ കൊടുക്കാൻ പോകുന്നതൊക്കെ ഒരു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആയിരിക്കും. അതേപോലെ തന്നെ എൻഫോഴ്സ് പ്രൊവിഷൻ ഓഫ് ദ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട്, സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി റെഗുലേഷൻസ് ആൻഡ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റൂൾസ്, ഇതെല്ലാം കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് തീർച്ചയായിട്ടും അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതേപോലെ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ, അതായത് പല സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ലേറ്റസ്റ്റ് പറയാന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് പുതിയ സ്റ്റാൻഡിൽ വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ആ അപകടത്തിനുള്ള ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആവാനാണ് സാധ്യത. മിക്കവാറും ഇത്തരം അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഷോർട്ട് സർക്യൂട്ടോ ഒക്കെയാണ് സംഭവിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അതിന്റെ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് നടത്താൻ പോകുന്നത് ഒരു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആയിരിക്കും അത് ചെയ്യാൻ പോകുന്നത്. ദെൻ അപ്രൂവൽ ആൻഡ് ലൈസൻസിങ്, റിവ്യൂ ആൻഡ് അപ്രൂവ് ഇലക്ട്രിക്കൽ സ്കീംസ്, അതിന്റെ അപ്രൂവൽ കൊടുക്കുന്നത്, ഇൻസ്റ്റലേഷൻസ്, ഇൻസ്പെക്ട് വർക്ക്സ് എക്സിക്യൂട്ടഡ് ബൈ ലൈസൻസ് കോൺട്രാക്ടേഴ്സ്. അപ്പൊ ഇതിന്റെ അപ്രൂവലും ലൈസൻസിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നത് ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണ്. അതേപോലെ തന്നെ എനർജി ഓഡിറ്റ് ആൻഡ് കമ്പൈലൻസ്, മോണിറ്റർ ഇലക്ട്രിക്കൽ എനർജി യൂസേജ് ആൻഡ് പ്രൊമോട്ട് എനർജി കൺസർവേഷൻ. അതായത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ കോർ ജോബാണ് അല്ലേ. നിങ്ങൾ കഷ്ടപ്പെട്ട് BTech ഇലക്ട്രിക്കൽ കംപ്ലീറ്റ് ചെയ്ത ഒരാളാകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള, നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു അവസരം എന്ന് പറയുന്നത്. 2025 പാസ് ഔട്ട് ആയ ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് നോക്കി നോക്കാം.
ഈ എക്സാമിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ ആണ് ഇത് 132/2022 കേരള സ്റ്റേറ്റ് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ 39,500 മുതൽ 83,000 വരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് വേക്കൻസി സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്നത് 39,500 ഒന്നും നല്ല കിട്ടട്ടോ. നിങ്ങൾക്ക് ഇൻ ഹാൻഡ് ആയിട്ട് തന്നെ എബവ് 70,000 എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് സാലറി തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വേക്കൻസി ഒന്നും ഉണ്ടാവില്ലേ എന്ന്. ഉണ്ട്, നല്ല രീതിയിൽ വേക്കൻസീസ് വരുന്നുണ്ട്. അതായത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറയുമ്പോൾ വേക്കൻസീസ് എന്ത് ചെയ്തിട്ടില്ല, അസസ്മെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് മുന്നേ 4 വേക്കൻസിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ അഡ്വൈസ് വന്ന സമയത്ത് 98ന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ നിലവിലെ അഡ്വൈസ് ലിസ്റ്റ് അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ദെൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അത് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാവണം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 22 മുതൽ 36 വയസ്സ് വരെയാണ് കേട്ടോ. ഏജ് ലിമിറ്റ് 20 to 36 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത ആളുകൾക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആൻഡ് OBCക്കും SC/STക്കും റിലാക്സേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. യെസ്, അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് വന്നത് എപ്പോഴായിരിക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 3/8/2023 ഈ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3/8/2026 അതായത് അടുത്ത വർഷമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്നതിന് മുന്നേ തന്നെ വീണ്ടും ഒരു എക്സാം വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ 2026 ശേഷം വരാൻ പോകുന്ന വേക്കൻസികൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ കൂടുതലായിരിക്കും. കാരണം അവർക്കൊരു എമർജൻസി ഉണ്ട്. അല്ലാണ്ട് ഒരിക്കലും അവർ വീണ്ടും എന്ത് ചെയ്യില്ല, ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ മുന്നോട്ട് വരില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇതിന് മുന്നേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ വീഡിയോസ് ഒക്കെ ചെയ്ത സമയത്ത് പറഞ്ഞു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ ഇനി എക്സാം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല, PSC ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഈ എക്സാം വിളിക്കുന്നൊക്കെ. ഞാൻ പറഞ്ഞു PSC എന്ന് പറയുന്നത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് വളരെ വേഗത്തിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ നൽകിക്കൊണ്ട് നിങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള PSC എന്ന് പറയുന്നത്. അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് PSCയുടെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 3/8/2026 അവസാനിക്കാൻ പോകുന്ന ഒരു റാങ്ക് ലിസ്റ്റിന്റെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2026 ആയിരിക്കും എക്സാം വരാൻ സാധ്യതയുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ഈ ഒരു ജൂൺ മാസത്തിൽ ആദ്യത്തിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ്റെ ലിസ്റ്റിൽ ഈ ഒരു പോസ്റ്റും വരുന്നുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് എൻട്രിക്ക് ഭയങ്കര അഭിമാനിക്കാവുന്ന റിസൾട്ടുകൾ വന്നിട്ടുള്ള, അതായത് ആദ്യത്തെ എക്സാം ആയിരുന്നു അല്ലേ, ഞങ്ങൾ എൻട്രിയിൽ ഇലക്ട്രിക്കൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വന്ന ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആയിരുന്നു. അതിൽ 4ാമത്തെ റാങ്കും 5ാമത്തെ റാങ്കൊക്കെ എൻട്രിയുടെ ഉദ്യോഗാർത്ഥികൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ 4ാമത്തെ റാങ്ക് ഒക്കെ ലഭിച്ച നിദാസ് ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് ഇയർ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ആ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് BTechന് ശേഷം ഒരു ഇയർ ഗ്യാപ്പ് ഒക്കെ വന്ന് വീണ്ടും നമ്മൾ കൂടെ പഠിച്ച് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ട ആളാണ്. അതുപോലെ ഇനിയും മികച്ച റാങ്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടോപ്പ് 20യിൽ നമ്മൾ സ്റ്റുഡൻസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ അന്ന് ആ ഒരു കോഴ്സ് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതേ അഭിമാനത്തോടു കൂടി ഏറ്റവും മികച്ച രീതിയിൽ 2026 നടക്കാൻ പോകുന്ന ഈ ഒരു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിലും നല്ല വിജയങ്ങൾ കരസ്ഥമാക്കാൻ ഏറ്റവും മികച്ച അധ്യാപകരുടെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ എത്ര ആൾക്ക് ജോലി കിട്ടി എന്നുള്ളതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നൊക്കെയാണ് വന്നത്. നോക്കണേ, ഇപ്പൊ തന്നെ 2025 ആയപ്പോൾ തന്നെ 29 ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പോസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഈ നമ്പർ ഇനിയും ഉയരും. അതായത് 2026 3/8/2026 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഇനിയും ഈ റാങ്ക് ലിസ്റ്റിൽ കൂടുതൽ ആളുകൾക്ക് അഡ്വൈസ് പോകും. അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അല്ലേ. അതായത് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ലഭിക്കാവുന്ന മികച്ച അവസരങ്ങൾ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് 1-2 വേക്കൻസിക്ക് വേണ്ടിയുള്ള പോസ്റ്റുകളൊന്നല്ല, അത്യാവശ്യം നല്ല രീതിയിൽ പോസ്റ്റിങ്ങൾ ഇവിടെ ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. കേവലം 1-2 പോസ്റ്റുകളിലേക്ക് വേണ്ടി നടത്തുന്ന എക്സാം ഒന്നും അല്ല ഈ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഏറ്റവും നല്ലൊരു അവസരം തന്നെയാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി പഠിക്കുക. ഇനി 2025 കഴിഞ്ഞ ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലേ എന്നുള്ളത്, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതോട് പറഞ്ഞുതരാം. അതായത് 2025 നിങ്ങളുടെ BTech കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരാൻ പോകുന്നത് മിക്കവാറും ഈ ഒരു 1 വീക്കിനുള്ളിൽ റിസൾട്ട് വരാൻ പോവുകയാണല്ലേ. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ജൂൺ 1st വീക്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്
സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റും അല്ലേ? നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു PSCയുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതിൽ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് 2025 ബിടെക് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളോടാണ് പറയുന്നത്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ റിസൾട്ട് വന്ന ഉടനെ തന്നെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എടുക്കുക, PSC രജിസ്റ്റർ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആയിരിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആദ്യത്തെ പോസ്റ്റ് തന്നെ നേടിയെടുക്കാനുള്ള വളരെ സിൻസിയർ ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടാണ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. സോ നന്നായിട്ട് പഠിക്കുക, നല്ല വിജയങ്ങൾ കരസ്ഥമാക്കുക. എൻട്രിയോടൊപ്പം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ ഒരു സ്പെഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് മിസ് ഔട്ട് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും, അവരൊന്നും നിരാശരായിരിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. PSCയുടെ ജേണി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് എക്സാംസുകൾ, കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുള്ള പല എക്സാംസുകളും വീണ്ടും റിപ്പീറ്റ് വരാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കേരള PSC അതിവേഗം എന്ത് ചെയ്യാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നല്ല വിജയങ്ങൾക്ക് നേരത്തെ പഠിച്ചു തുടങ്ങുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.